മഹാത്മാവെ മാപ്പ്. വർഗീയതയുടെ ഒരു വിഷവിത്ത് അങ്ങയുടെ വിലപ്പെട്ട ജീവനെടുത്തിട്ടും അങ്ങായിരുന്നു ഞങ്ങളുടെ വഴികാട്ടിയും ആദർശവും. അങ്ങയ്ക്ക് ശേഷം വന്നവർ രാജ്യത്തെ വർഗീയതയുടെ വിഷഭൂമിയാക്കി പരസ്പരം മതങ്ങളുടെ സംസ്കാരങ്ങളിൽ മായം ചേർത്ത് ചരിത്ര സ്മാരകങ്ങളെ തച്ചുടച്ചും പങ്കുവച്ചും തമ്മിൽ തല്ലിച്ചും ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തു. അങ്ങയുടെ ചിത്രം മുദ്രണം ചെയ്ത നോട്ടുകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു തലമുറയെ ഇവർ വാർത്തെടുക്കുകയും ചെയ്തു. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ഭരണം കൈയാളുന്നവർ രാജാക്കന്മാരെ പോലെയാവുകയും പുതിയ പരിഷ്കാരങ്ങൾ ഓരോന്നായി കൊണ്ടുവരികയും ഒരു പൗരന് അനുവദിച്ചു കിട്ടിയ എന്തു ഭക്ഷണം കഴിക്കണം, എന്തു വസ്ത്രമുടുക്കണം എന്ന അവകാശങ്ങളിലേക്ക് വരെ ഇവർ നുഴഞ്ഞുകയറ്റം നടത്തി. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന പലരെയും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന മനുഷ്യരെ പോലെ നോട്ടിന്റെ കാര്യത്തിലും വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. സാധാരണക്കാരന്റെ കണ്ണീരിന്റെ അർത്ഥമറിയാത്ത സിനിമാ നടന്മാരും വിളമ്പിവെച്ചത് അമേധ്യമായാലും ഒന്നും മിണ്ടാതെ വാരിവലിച്ചു തിന്നുന്നവരും എല്ലാം പ്രോത്സാഹനം കൊടുത്തപ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് വലയുന്നത് സാധാരണക്കാരൻ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടിവന്നില്ല. കള്ള് കച്ചവടക്കാരന്റേതടക്കം 500ഉം 1000ഉം കോടികൾ കിട്ടാക്കടമായി എഴുതിത്തള്ളിയപ്പോൾ അതിന്റെ ഒപ്പം സാധാരണക്കാരന്റെ ജീവിതം കൂടിയാണ് ഇവർ എഴുതിത്തള്ളിയത്. കഷ്ടപ്പെട്ടും ലോണെടുത്തും വിയർപ്പൊഴുക്കിയും കിട്ടിയ നോട്ടുകൾക്ക് കടലാസിന്റെ വില പോലുമില്ല എന്ന് തിരിച്ചറിവിൽ ജീവൻ കളയേണ്ടി വന്നവരും ATMിലും ബാങ്കിലും ക്യൂ നിന്ന് തളർന്ന് നടുവൊടിയുകയും അന്യ സംസ്ഥാനങ്ങളിൽ ക്യൂ നിൽക്കുന്ന പാവങ്ങളെ പോത്തിനെ തല്ലുന്ന പോലെ തല്ലുന്ന കാക്കിയിട്ട നിയമപാലകരും ക്യൂ നിന്ന് വിരലിൽ മഷിപുരുട്ടി തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിട്ടതിന് പകരമായി ചോര നീരാക്കി കിട്ടിയ കാശിന്റെ ഒരോഹരി നാളേക്ക് കരുതിവെച്ച ബാങ്കുകൾക്ക് മുമ്പിൽ നമ്മൾ ആ പൈസയ്ക്ക് വേണ്ടി ഭിക്ഷക്കാരെ പോലെ നിൽക്കുമ്പോൾ മഹാപാപം ചെയ്തപ്പോൾ ക്യൂ നിർത്തി കയ്യിൽ ചാപ്പ കുത്തപ്പെട്ട ദരിദ്രരായ ഈ പാവങ്ങൾക്ക് വേണ്ടി ദൈവത്തോടൊരു വക്കീലിനെ പോലെ നമ്മുടെ മഹാത്മാവ് കിട്ടാത്ത നീതിക്ക് വേണ്ടി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നുണ്ടാവും, വാദിക്കുന്നുണ്ടാവും. 7 ആകാശങ്ങൾക്കുമപ്പുറം ദൈവകോടതിക്ക് മുമ്പിൽ ചിലപ്പോൾ ആ മഹാൻ ഇന്നും സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ഉപവാസമിരിക്കുന്നുണ്ടാകും. കഴുത്തറുത്തും കത്തിച്ചും ഗർഭത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചൂരിയും അമ്മയോ പെങ്ങളോ ആയ ആയിരങ്ങളെ പിച്ചു ചീന്തിയിട്ടും നീതി കിട്ടാത്ത അവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ നെഞ്ചുപൊട്ടി കരയുന്നുണ്ടാകും.